ഹലോ ഓൾ. അപ്പോൾ ഞാനിന്ന് ജിമ്മിന് പോകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 25 ദിവസമായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ജൂൺ 26-നാണ്. അപ്പോൾ ഏകദേശം 25 ദിവസമായി. ഒരു 1-നാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ജെന്യുവനായിട്ടുള്ള എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം തന്നെ നമ്മൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയും എന്നുള്ള തോട്ടൊന്നും വേണ്ട. നമ്മൾ വളരെ പതിയെ നമ്മളെ ബോഡി റിയാക്ട് ചെയ്യുള്ളൂ. കാരണം എനിക്കിപ്പോൾ 28 ആയി വയസ്സ്. അപ്പോൾ എൻ്റെ 28 വർഷത്തിൽ ഞാൻ ഇതുവരെ വർക്കൗട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ബോഡിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ നല്ല ടൈം എടുക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ഡേ പോയ സമയത്ത് എനിക്ക് ഒന്നിനും വയ്യായിരുന്നു. ഓരോരുത്തർ ചെയ്യുന്ന വർക്കൗട്ട് കണ്ടിട്ട് തന്നെ ഞാൻ ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ആദ്യം നമ്മൾ വാമപ്പൊക്കെ ചെയ്ത് പതുക്കെയാണ് ഓരോന്നും ചെയ്തത്. ഞാനിപ്പോൾ 58 kg ഉള്ള ഒരാളായിരുന്നു. ഇപ്പോൾ ഞാൻ 57 ആയിട്ടുണ്ട്. അല്ലെങ്കിൽ 57 ഇല്ല, ഒരു 850 ഗ്രാമാണ് ഞാൻ ഒരു 25 ദിവസം കൊണ്ട് കുറഞ്ഞത്. ഞാൻ പക്കാ ഡയറ്റൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം ഓൾറെഡി നമ്മൾ ഇത്രയും ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ഇടയിൽ വർക്കൗട്ടും ഡയറ്റും എല്ലാം കൂടെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഷുഗറിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. എന്നാലും പഞ്ചസാര ഇല്ലാതെ എന്താ പറയുക, ചായ കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇട്ടിരുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചു. പിന്നെ അല്ലാതെ ഇടയ്ക്ക് തിന്നുന്ന സ്വീറ്റ്സ്, മിഠായികൾ അതൊക്കെ ഒഴിവാക്കി. അല്ലാതെ ഞാൻ ഫിഷ് ഓയിലും പ്രോട്ടീൻ പൗഡർ അങ്ങനത്തെ ഒന്നും എടുക്കുന്നില്ല. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒട്ടും മാറ്റമില്ലാന്ന് തോന്നുകയാണെങ്കിൽ പക്ക ഡയറ്റ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ജിമ്മിന് പോകുമ്പോൾ ഞാൻ ഒന്നും കുടിക്കാറില്ല. ഒരു കുപ്പി കൊണ്ടുപോകും, വെള്ളം അവിടെ നിന്ന് എടുക്കും. ഓരോ വർക്കൗട്ട് ചെയ്യുമ്പോഴും കോച്ച് പറയും റിലാക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. മിനിമം നമ്മളൊരു ദിവസം 3 ലിറ്റർ വെള്ളം മസ്റ്റായിട്ട് കുടിക്കണം കേട്ടോ. പിന്നെ ആ വെള്ളം കുടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ സ്കിന്നൊക്കെ നന്നായിട്ട് ക്ലിയർ ആവുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പോകുന്നതിന് മുന്നേ എനിക്ക് നല്ല കവിളുണ്ടായിരുന്നു, ഭയങ്കര ഡബിൾ ചിന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് നന്നായിട്ട് പോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ എൻ്റെ ശരീരത്തിൽ ഒരുപാട് ആവശ്യമില്ലാത്ത ഫാറ്റ് ഉണ്ടായിരുന്നു. അത് കുറഞ്ഞിട്ട് ഇപ്പം എനിക്ക് ആവശ്യമുള്ള ഫാറ്റ് ബിൽഡ് ചെയ്യാൻ തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഡ്രസ്സുകളൊക്കെ ടൈറ്റായി തുടങ്ങി. അതെന്ന് വെച്ചാൽ ഉള്ളതെല്ലാം കളഞ്ഞിട്ട് നല്ല ഫാറ്റ് ബിൽഡാവുകയാണ്. പിന്നെ ഞാൻ എന്താ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ, ശരിക്കും നമ്മളൊരു ദിവസം കോച്ച് പറയണത് 5 മുട്ട വരെ കഴിക്കണം എന്നാണ്. 5 മുട്ടയൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് ഞാൻ ഒരു എഗ് ഫുൾ എഗ്ഗും ഒരെണ്ണത്തിൻ്റെ എഗ് വൈറ്റും അത്രയൊക്കെ എന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ചിക്കൻ ഞാൻ കറി വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അൽഫാമോ ഗ്രില്ല് ചെയ്തിട്ടോ അങ്ങനെയൊക്കെയാണ് കേട്ടോ കഴിക്കാറുള്ളത്. എല്ലാവരും പറയും പച്ച സാധനം വേവിച്ച് കഴിക്കണം, എപ്പോഴും കഴിക്കണം. അങ്ങനെയൊന്നുമില്ല. എനിക്ക് പറ്റാവുന്ന ദിവസങ്ങൾ അങ്ങനെ കഴിക്കും. അല്ലെങ്കിൽ പിന്നെ ചെറുപയർ മുളപ്പിച്ച് കഴിക്കും. കടല, പയർ, വെജിറ്റബിൾസ് ഇങ്ങനെയൊക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പിന്നെ ജിമ്മിൽ പോകുമ്പോഴേക്ക് നമ്മൾ മെലിയുന്നുള്ള ചിന്തയൊന്നും വേണ്ട. പോയിട്ട് വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്ത് വന്നു ആദ്യത്തെ ഒരു 2 ആഴ്ച എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഫസ്റ്റ് എനിക്കതിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തത് എൻ്റെ ലെഗ് ഡേ ആണ്. സത്യം പറഞ്ഞാൽ ലെഗ് ഡേ കഴിഞ്ഞ് വന്നാൽ, ഞാൻ സാറ്റർഡേ ആണ് ലെഗ് ഡേ എടുത്തിട്ടുള്ളത്. കാരണം സൺഡേ ഫ്രീ ആണല്ലോ. ഈ ജിമ്മ് കഴിഞ്ഞ് വന്ന് പിന്നെ വീട്ടിൽ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അത് കഴിഞ്ഞ് എൻ്റെ വർക്ക് ഉണ്ട്, അത് ചെയ്യണം. അപ്പോഴത്തേക്ക് രാത്രി ആകുമ്പോഴേക്ക് കിടന്നുറങ്ങും. രാത്രി കിടന്നുറങ്ങാനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടില്ല. നമ്മൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകും. കാരണം നമ്മളെ ബോഡി അത്രയും ടയേർഡാവുമല്ലേ. പക്ഷേ ഇപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വെയിറ്റ് നോക്കിയപ്പോഴാണ് ഒരു 300 ഗ്രാമാണ് കുറഞ്ഞത്. അപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ 2 ആഴ്ച വർക്കൗട്ട് ചെയ്തിട്ട് എനിക്ക് ഇത്രയല്ലേ കുറഞ്ഞുള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞു അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് കുറയൂല. കാരണം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫാറ്റുണ്ട്. അത് ഇളകി പോവണ്ടേ. അപ്പം ഞാൻ ഒരു ദിവസം അങ്ങനെ വന്നു കഴിഞ്ഞാൽ, വർക്കൗട്ടൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഓവർനൈറ്റ് ഓട്സാണ് കഴിക്കാറ്. അതിപ്പോൾ ഇതുകൊണ്ട് കഴിക്കുന്നതല്ല, ഓൾറെഡി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനോട് അധികം താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവിടെ കഴിക്കാതിരിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഈ ഓവർനൈറ്റ് ഓട്സ് കഴിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെയാണ് മുട്ടയും കഴിക്കാറുള്ളത്. ഉച്ചയ്ക്ക് കഴിച്ചിരുന്ന ക്വാണ്ടിറ്റി ചോറ് ഇത്തിരി കുറച്ചിട്ടുണ്ട്. അതും പിന്നെ കുറച്ച് വെജീസും പിന്നെ ചിക്കനും മീനും അങ്ങനെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യും. രാത്രി ചിലപ്പോൾ ഇതേപോലെ സലാഡ് പോലെ ഉണ്ടാക്കി കഴിക്കും. ചിലപ്പോൾ ഒരു പഴം കഴിക്കും. നേന്ത്രപ്പഴം നിർത്തി കഴിക്കരുത്. റോബസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി കഴിക്കും. ഇനി ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പുറത്ത് പോയി കഴിക്കാനുള്ള ടെൻഡൻസി അധികം ഉണ്ടാവാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ഹസ്ബൻഡ് പുറത്ത് പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വെറുതെ പോകും. അപ്പോൾ പിന്നെ കഴിക്കാൻ തോന്നുന്നില്ല, വയറ് ഫുള്ളായിട്ടിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ ഓവറായിട്ട് ഡയറ്റൊന്നും എടുക്കുന്നില്ല. പക്ഷേ അത്യാവശ്യം ശരീരത്തിൽ എനിക്കുണ്ടായ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ, എൻ്റെ സ്കിന്ന് കുറച്ചും കൂടെ ക്ലിയറായി. അതാണെനിക്ക് ഫസ്റ്റ്. നല്ല മുടി കൊഴിച്ചിലൊക്കെ കുറച്ച് നിന്നു പ്രോപ്പറായിട്ട്. പിന്നെ നമുക്കൊരു റുട്ടീൻ ഉണ്ടാവുകയാണ്. നമ്മൾ 5 മണിക്ക് എണീക്കുന്നു, റെഡി ആവുന്നു. ഞാൻ 5:30-ക്ക് എണീറ്റ് 6 മണിക്കാണ് പോകുന്നത്. 6 മണിക്ക് പോയാൽ തിരിച്ചൊരു 7:30 ആകുമ്പോഴാണ് വരിക. ഇതുവരെ 25 ദിവസത്തിൽ ഞാൻ ഒരൊറ്റ ദിവസം ഞങ്ങൾ പഴനി പോയ ട്രിപ്പിന്
പോയത് കൊണ്ട് അന്ന് പോകാൻ പറ്റിയില്ല. അല്ലാതെ എല്ലാ ദിവസവും ഞാൻ മാക്സിമം പോകാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഒരു ദിവസം നമ്മൾ മടി കാണിച്ചാൽ പിന്നെ തീർന്ന്. മടി എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങേ അറ്റമായിരിക്കും രാവിലെ എണീക്കാൻ. ഒന്നാമത് ഇപ്പോഴത്തെ തണുപ്പും അങ്ങനെയാണല്ലോ. അതുകൊണ്ട് മാക്സിമം ഡെയിലി എന്നും പോയിട്ട് ആദ്യം വാമപ്പ് ചെയ്യും, എക്സസൈസ് ചെയ്യും, പിന്നെ ഓരോ ദിവസം ഓരോ പാർട്സ് ആയിരിക്കും, അതിനനുസരിച്ച് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതുവരെ ജിമ്മിൽ പോകാത്തവരാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. മീൻസ് ഓവറായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ അനങ്ങുന്നില്ല, ഞാൻ എൻ്റെ ശരീരം അനങ്ങുന്നില്ല, ഇരുന്ന് ചെയ്യുന്ന ജോലിയാണ്, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ പോണത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എക്സസൈസൊക്കെ ചെയ്യാടോ. മറ്റേ മറ്റേ ഡമ്പലൊന്നും വേണമെന്നില്ല. 3 ലിറ്ററിൻ്റെ വെള്ളമോ 2 ലിറ്ററിൻ്റെ വെള്ളം കുപ്പി വെച്ചിട്ട് യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. ഇനി നമ്മൾ വയറ് കുറയ്ക്കാനാണെന്നുണ്ടെങ്കിൽ വയറിൻ്റെ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക, നമുക്ക് മടിയാവും. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് ചെയ്തു പോകും. ഇതിൻ്റെ ഇടയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ പോയിക്കോന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ ഫുഡ്, പിന്നെ പ്രോട്ടീൻ വേണമെങ്കിൽ പ്രോട്ടീനൊക്കെ നിങ്ങൾക്ക് പൗഡർ എടുക്കാം കേട്ടോ. ഞാൻ ഫിഷ് ഓയിലൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. ഞാൻ അല്ലാതെ തന്നെ ഫിഷൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ അത് പോരാന്നാണ് തോന്നുന്നത്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മേടിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. ജിമ്മിൽ പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് തടി കുറയൊന്നുമില്ല. നമ്മുടെ ബോഡിയിൽ പക്ഷേ നല്ല ചേഞ്ചസ് വരുന്നുണ്ട്. ഞാൻ ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കും എനിക്കൊരു 53, എൻ്റെ ഹൈറ്റിന് എനിക്ക് 53 kg പറ്റുള്ളൂ. അതാക്കിയിട്ട് പിന്നെ കുറച്ച് കൊളസ്ട്രോൾ ഉണ്ട്, സത്യം പറയാമല്ലോ, കുറച്ച് കൊളസ്ട്രോൾ ഉണ്ട്. അതൊക്കെ ഒന്ന് കുറച്ച് നല്ല ശരീരമാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എന്നെപ്പോലെ ഇതുവരെ ജിമ്മിന് പോവാത്തവരും പോയവരും എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറയണേ.